വെൽക്കം ബാക്ക് ടു 5 minutes. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മൈര ഡോൾ. മൈര ഡോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കിടന്നില്ല. ഇത് രുദ്ര എന്ന് പറയുന്ന കാർട്ടൂണിലുള്ള പെൺകുട്ടി മൈരയാണ്, രുദ്രയുടെ കൂട്ടുകാരി. അപ്പം ഞാൻ രുദ്രയുടെ ഡോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് വേറെ കുറച്ച് നാളിന് ശേഷം വേറൊരു രുദ്രയുടെ ഡോൾ ഞാൻ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു ഡോളിൻ്റെ ഫേസിൽ മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബേസ് കോട്ടായിട്ട് ഞാൻ മിക്സ് ചെയ്തേക്കുന്ന കളേഴ്സ് വൈറ്റ്, നമ്മൾ സ്കിൻ കളർ ഉണ്ടാക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. വൈറ്റ്, യെല്ലോ, പിങ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ആകുമ്പോൾ ഒരു പൊടി എടുത്താൽ മതി. ഞാൻ റെഡാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഫേസിൽ ബാക്കി മേക്കപ്പൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഐസാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഐസിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാനത് ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് ഐസൊക്കെ നല്ല ഒന്ന് സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഇങ്ങനെ ഐസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്കൾപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സ്കൾപ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐസും കൂടെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം. 2 ഐസും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസും ഐലാഷസും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ബ്രൗൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് യെല്ലോ എടുക്കാം. ഞാൻ അതിനകത്ത് ഓൾറെഡി റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് നേരത്തെ കണ്ടത്. റെഡും വൈറ്റും ഒരു പൊടി ബ്ലാക്കും. അതിൻ്റെ കൂടെ യെല്ലോ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കളർ കിട്ടും. അതിനകത്തോട്ട് ഇനിയും നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കടയിൽ നിന്ന് ഇതേപോലത്തെ ബ്രൗൺ പെയിൻറ്റ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഒരു യെല്ലോയിഷ് കളറായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനകത്തോട്ട് കുറച്ച് റെഡും കുറച്ച് ബ്ലാക്കും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു കളർ കിട്ടും. ഞാൻ കുറച്ചുകൂടി ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഡാർക്ക് കളറാണ് മൈരയുടെ ഐസിനും ഐലാഷസിനും. ഞാൻ ഇതിനു മുമ്പ് മൈരയുടെ ഡോൾ എൻ്റെ പേപ്പർ ക്ലേ വെച്ചാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. പേപ്പർ ക്ലേ അധികം നാളായില്ല യൂസ് ചെയ്തിട്ട്. പക്ഷെ അതൊരു നല്ല ക്ലേ ആണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് നല്ലൊരു ക്ലേ ആണ്. ഞാൻ ഛോട്ടാ ഭീമിൻ്റെ ഒരു സ്കൾപ്ചർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്തതായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫേസ് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി കണ്ണ് എഴുതി കൊടുക്കാം. ഓക്കെ, ഞാനത് എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാ ഡോളിനായാലും നമുക്ക് ഇങ്ങനെ അല്ലാതെ മനുഷ്യന്മാർക്ക് കണ്ണെഴുതുന്നതിൻ്റെ കൂട്ട് തന്നെയുള്ള ഡോളിലും കണ്ണെഴുതുന്നത്. പിന്നെ നമ്മുടെ ഡോൾസിന് കാർട്ടൂൺ ക്യാരക്ടറല്ലേ, അപ്പോൾ ഒരു പ്രത്യേകത എന്തായാലും കാണത്തില്ലേ എല്ലാ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനും ഉള്ളത്. രുദ്രയ്ക്കകത്തുള്ള മെയിനായിട്ടുള്ള 2 ഗേൾസ് ഉണ്ട്. ഒരാൾ ഈവിൾ സൈഡിൽ നിൽക്കുന്നതും ഒരാൾ ഗുഡ് സൈഡിൽ നിൽക്കുന്ന ഗേളാണ് ഈ ഞാൻ ഡോളായിട്ട് ചെയ്തത്. ഈവിൾ സൈഡിൽ നിൽക്കുന്ന ഡോളിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനും ഇങ്ങനത്തെ ഒരു ഐസിൻ്റെ അവിടെ എൻഡിൽ ഞാനത് നല്ലോണം കൊടുത്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബ്രൗൺ കളർ എടുത്തിട്ട്
അവിടോട്ട് ഇച്ചിരി മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കുക. അത് ആ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ഐസിൻ്റെ ഐബ്രോ ഒന്ന് ഇങ്ങനെ എൻഡ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് മറ്റേ ഐസും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഞാനതും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഐസിൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് കാർട്ടൂണിനകത്ത് നോക്കുമ്പോൾ ഐലാഷസ് അങ്ങനെ കാണിച്ചിട്ടില്ല, കണ്ണെഴുതിയതാണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഓക്കെ, നമുക്കിനി അത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഐസ് ഇങ്ങനെ ഐബ്രോസ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹെയറിനും ഈ കളർ തന്നെ അടിച്ചാൽ മതി. ഇപ്പം ഇച്ചിരി ഡൈല്യൂട്ടഡ് ആയിപ്പോയില്ലേ, അത് കുഴപ്പമില്ല. കാരണം ആ ക്യാരക്ടറിനും നമ്മൾ കണ്ണെഴുതിയതായിട്ട് കാണിക്കുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടും ഐബ്രോസ് ഇച്ചിരി ലൈറ്റായിട്ടും ഇരിക്കും. നമ്മൾ ചെയ്തു വന്നപ്പോൾ ആക്സിഡൻ്റലി അങ്ങനെ ആയതാണ്. ഈ കളർ തന്നെ നമുക്ക് ലാസ്റ്റ് ഹെയറിനും അടിച്ചു കൊടുക്കാം. ഓക്കെ, കളർ ചെയ്യുമ്പോൾ കുറച്ച് ഐബ്രോസ് ഇത്രയും തിക്കായിട്ട് ഞാൻ വീഡിയോയ്ക്കകത്ത് ഒരു ആംഗിളിൽ വെച്ച് എടുക്കുമ്പോൾ ഐബ്രോസ് ഫുള്ളായിട്ട് ഫില്ലായെന്ന് തോന്നത്തില്ല. പക്ഷേ ശരിക്കുള്ള ക്യാരക്ടറിൻ്റെ ഐബ്രോസ് നല്ല ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, വലിയ തിക്നെസ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഐബോൾസ് ഒക്കെ വരച്ചെടുക്കാം. ഐബോൾസ് ഇച്ചിരി ലൈറ്റാണ്. അതിനു മുമ്പേ അതിൻ്റെ ഔട്ട്ലൈൻ നമ്മളിപ്പോൾ എടുത്ത ബ്രൗൺ തന്നെയാണ്. അപ്പം നമുക്ക് റൗണ്ട് വരച്ച് കൊടുക്കാം. എൻ്റെ ബ്രഷ് കുറച്ച് ആർട്ടിന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു പോയിൻ്റ് അത്ര നന്നായിട്ട് വർക്ക് ആവുന്നില്ല. കുഴപ്പമില്ല, നമുക്കത് ചെയ്തെടുക്കുമ്പം ലാസ്റ്റ് വരുമ്പോൾ ഇച്ചിരി ബ്ലെൻഡായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് 2 ഐബോൾസിൻ്റെ ബേസ് സർക്കിള് പോലെ വരച്ചെടുക്കാം. ഓക്കെ, ഒരെണ്ണം ശരിയായിട്ട് കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ഈ ബ്രൗണിലോട്ട് ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ബ്രൗൺ നമുക്ക് ഹെയറിന് ആവശ്യമുള്ളതല്ലേ, അതുകൊണ്ട് ഞാനിനി ഓറഞ്ച് കളർ ഉണ്ടാക്കാൻ പോകും. ഇത് ലൈറ്റിഷ് ഓറഞ്ചിഷ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് അങ്ങനെ ഒരു കളറ് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നമുക്കൊരു ഓറഞ്ച് റെഡിഷ് കളറ് ഏകദേശം അങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും നടുക്ക് നമുക്ക് യെല്ലോ വരുന്ന രീതിയിൽ ചെയ്യാം, അത് ഇച്ചിരിയും കൂടെ ഭംഗിയായിരിക്കും. എന്നിട്ടൊന്ന് പതുക്കെ ബ്ലെൻഡാക്കിയാൽ മതിയായിരിക്കും. ഈ ഡോളിന് ഇച്ചിരി ഒരു പൂച്ചക്കണ്ണ പോലൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പൂച്ചയ്ക്ക് ഇങ്ങനത്തെ കണ്ണല്ലല്ലോ. ഇനി നമുക്ക് മൈരയ്ക്ക് നടുക്ക് യെല്ലോ ഇച്ചിരിയും കൂടെ ലൈറ്റായിട്ടുള്ളൊരു കളറ് വേണം. കറക്റ്റ് യെല്ലോ അല്ല, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ യെല്ലോ ആണ് ബേസ് കളറ്. നിങ്ങൾക്ക് ഡാർക്കിൽ നിന്നും ലൈറ്റിലോട്ടോ
ലൈറ്റിൽ നിന്നും ഡാർക്കിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും നേരം മിക്സ് ചെയ്തുകൊണ്ടിരുന്ന കളറാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇച്ചിരി സൂക്ഷിച്ച് ബ്ലെൻഡ് ചെയ്യണം. ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ലിപ്സും കൂടെ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഐസിൻ്റെ അകത്തുള്ളത് ചെയ്യാം. കാരണം ഞാൻ ഐസിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഐസിൻ്റെ അകത്ത് ചിലപ്പം എല്ലാ കളറും കൂടെ ബ്ലെൻഡായിട്ട് വൃത്തികേടായി പോവും. അത് പിന്നെ നമുക്ക് വീണ്ടും രണ്ടാമതിരുന്ന് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. എനിക്കങ്ങനെ കുറേ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇതൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പതുക്കെ നമ്മൾ കുറച്ച് സമയം എടുത്തൊക്കെ തന്നെ ചെയ്യണം. ഞാനൊരു പിങ്ക് കളറാണ് ഈ ഒരു ലിപ്സിന് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കാര്യം പറയാൻ വിട്ടുപോയി. ഈ സ്കൾപ്ചർ ചെയ്തപ്പോഴേ, സ്കൾപ്ചർ എന്നോ ഡോളെന്നോ വിളിക്കാം, ഈ ഡോൾ ചെയ്തപ്പം ഞാൻ പേപ്പർ ക്ലേയുടെ കൂടെ കുറച്ച് സൂപ്പർ സോഫ്റ്റ് ക്ലേ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ ക്ലേ വെച്ച് ഞാൻ ഈ മൈരയുടെ ഈ ഒരു തുമ്പ് പോലെ, ഈ മുടിക്കൊരു തുമ്പ് പോലെ ഇങ്ങനെ രണ്ടിടത്തും കിടക്കത്തില്ലേ, അത് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം അത് ഞാൻ മറ്റേ പേപ്പർ ക്ലേ വെച്ചപ്പോൾ അങ്ങ് പൊട്ടിപ്പോയി. ഇതാകുമ്പോൾ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലേ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ചെയ്യാം. ഓക്കെ, ഇതാണ് ലിപ്സ്. സോറി, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ലിപ്സും കൂടെ ഒന്ന് ലിപ്സ്റ്റിക്ക് പോലെ അത്ര ഡാർക്കായിട്ടൊന്നും കൊടുക്കണ്ട. ഇതൊരു കൊച്ചു കുട്ടിയല്ലേ. പിന്നെ ഞാൻ ലാസ്റ്റിൽ രുദ്രയുടെ ഡോള് ഞാൻ കാണിച്ചു തരാം. രുദ്രയുടെ ഡോളിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷൂസിന് ഞാൻ കളർ അടിച്ചിട്ടില്ല. അതും ഞാൻ സൂപ്പർ ക്ലേ വെച്ചാണ് ചെയ്തത്. എന്നാലും ഞാൻ ബാക്കി എല്ലാ പാർട്സും ഒന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് മൈരയുടെ ഐസിനകത്തുള്ള പണി ചെയ്യാം. സോറി, അതിന് മുമ്പേ നമുക്ക് ഈ ലിപ്സിൻ്റെ ഒരു പാർട്ടീഷൻ ഒന്ന് ചെയ്യണം. ലിപ്സിൻ്റെ പാർട്ടീഷൻ ചെയ്യാൻ ഇച്ചിരിയും കൂടെ ഡാർക്ക് പിങ്ക് എടുക്കണം. ഇച്ചിരിയൂടെ ഒരു ഡാർക്ക് പിങ്ക് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ പാർട്ടീഷൻ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ഡോളിൻ്റെ കൃഷ്ണമണിയുടെ മണിയുടെ നടുക്ക് ഞാനൊരു ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഒരു ബ്ലാക്ക് കളർ വെച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം എനിക്കൊരു പെർമനൻറ്റ് മാർക്കർ കിട്ടി. നമുക്ക് ഇനി അത് വെച്ച് നമ്മുടെ ഡോളിൻ്റെ കൃഷ്ണമണിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നടുക്ക് ഒരു ബ്ലാക്ക് പോലുണ്ട്. നമുക്ക് രണ്ട് ഐസിനും അങ്ങനെ ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നത് അത്ര ഡ്രൈ ആയിട്ടില്ലെന്ന് തോന്നുന്നു, അതാ അങ്ങോട്ട് തെളിയാത്ത. അത് സാരമില്ല, നമുക്കിനി ഞാനത് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി, അത് സാരമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി കാണും. ഇതൊരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. മൈരയുടെ ഐസ് ബ്ലാക്ക് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഏകദേശം ഒരു ബ്രൗണിഷ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഡാർക്കായിട്ട് നമുക്ക് കൊടുക്കണ്ട. പിന്നെ ഞാൻ ഐസിനോട് തന്നെ ഇച്ചിരി കൂടെ ഡാർക്ക് കളറാണ്. യെസ്, നമുക്ക് ഈ കളറാണ് കേട്ടോ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഈ ബ്ലാക്ക് തന്നെ ആണെങ്കിൽ അത് തന്നെ അങ്ങ് കൊടുത്താൽ മതി.
എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെയിൻറ്റ് ഇച്ചിരി കട്ടിയായിപ്പോയി, അതാ ഇങ്ങനെ എനിക്ക് നല്ലോണം എടുക്കാൻ പറ്റാത്തത്. പിന്നെ നിങ്ങൾ ഐസൊക്കെ വരയ്ക്കാനായിട്ട് വാട്ടർ കളർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഗ്ലോസി ആയിട്ടിരിക്കത്തില്ല ഐസിൻ്റെ പോർഷനൊന്നും. അതിനായിട്ടൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്ലോസി ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ, എന്തെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂവോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലൂവോ യൂസ് ചെയ്ത് ഒന്ന് ഐസിൻ്റെ പോർഷനും ലിപ്സിൻ്റെ പോർഷനും ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. എനിക്ക് നേസൽ ഹോൾസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് നല്ലോണം ശരിയായില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനിനി ഒരു വട്ടവും കൂടെ ആ പോർഷൻ ഞാനൊന്ന് കവർ ചെയ്യാം. അത് ഞാനത് നല്ലോണം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഞാനത് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബ്രൗണും കൂടെ വെച്ചൊന്ന് വരച്ച് കൊടുക്കാം. ബ്രൗൺ വെച്ച് വരയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വരയ്ക്കണം. ഓക്കെ, ഡൺ. അത് ഞാൻ വീഡിയോയ്ക്കകത്ത് നല്ലോണം കാണാൻ പറ്റത്തില്ല, അത് ചെറിയ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അങ്ങനെ വരയ്ക്കണ്ടായിരുന്നു, അതിപ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാറ്റിക്കോളാം. ഇനി നമുക്ക് ഹെയർ പെയിൻറ്റ് ചെയ്യാം. അതിന് മുമ്പേ നമുക്കൊരു ഐസിൻ്റെ അവിടെ ഒരു ഡോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ഡോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, ഞാൻ മറ്റേ ഡോട്ട് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ഈ ഹെയർ ഫുള്ളും ഒന്ന് ബ്രൗൺ കളർ അടിച്ചെടുക്കണം. ഓക്കെ, ഞാനത് ഒന്ന് ബ്രൗൺ കളർ അടിച്ചിട്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാനത് ഫുള്ളും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ബാക്ക് വശത്ത് ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. ബാക്കിൽ ഞാൻ ഈ റിബൺ മാത്രം ഞാൻ ഒന്ന് യെല്ലോ കളർ അടിക്കുന്നത് കാണിച്ചു തരാം. ബാക്കിയെല്ലാം അല്ലാത്ത പോലെ തന്നെയാണ്. ഇതൊന്ന് യെല്ലോ കളർ അടിച്ചു കൊടുക്കുക. ബാക്കി എല്ലായിടത്തും നമുക്ക് ബ്രൗൺ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇച്ചിരി പറ്റിയെന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റിൽ ഈ ഹെയറിനകത്ത് ഇപ്പം ഞാൻ യെല്ലോ അടിക്കുന്നത് പറ്റിയെന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് ബ്രൗൺ അടിക്കുമ്പോൾ എല്ലാം ശരിയാവും. അപ്പം മൈരയുടെ ഫേസപ്പ് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈരക്കുട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. അത് സ്കൾപ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് പേപ്പർ ക്ലേ വെച്ച് വെക്കാൻ ഇച്ചിരി പാടായിരുന്നു, അതുകൊണ്ട് ഞാനത് വെച്ചില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഡീറ്റെയിലൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്ത് സൈഡ് ചെയ്യാം. ഓക്കെ, ഈ സൈഡിൽ ഞാൻ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ട, കാരണം കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ മെയിൻ സംഭവം അവരുടെ ഐസും ലിപ്സുമാണ്. അപ്പം നമ്മുടെ മൈര ഇൻസ്പയർഡ് ഡോൾ ഫേസ് റെഡി ആയിട്ടുണ്ട്. മൈരയുടെ ഡ്രസ്സ് ഇത്രയായിട്ടുണ്ട്. ഡ്രസ്സ് ബാക്കി ബോഡി പോർഷൻ ഇത്രയായിട്ടുണ്ട്. അത് ഞാനിനി ഫുൾ ബോഡി ബാക്കി പാർട്സൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ട്, ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. അന്നേരം ഞാൻ നമ്മുടെ മൈരയുടെ ഫേസിൻ്റെ ബാക്കി ഹെയർ പെയിൻറ്റ് ചെയ്ത റിസൾട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.